ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ, ഷീല ലാൽ അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ. ആദ്യ കവിത ചുമയൊരു സ്റ്റാറ്റസ് ആയിടുമ്പോൾ. മഴ ഇങ്ങനെ ഇടിച്ചുകുത്തി ചുമയ്ക്കണത് എന്തിനാ അച്ഛാ? വല്ല കപ്സിറപ്പും വാങ്ങി കൊടുത്താ പോരെ. മഴ ഇങ്ങനെ ഇടിച്ചുകുത്തി ചുമയ്ക്കണത് എന്തിനാ അച്ഛാ? വല്ല കപ്സിറപ്പും വാങ്ങി കൊടുത്താ പോരെ. നട്ടുച്ചയ്ക്ക് സഹിക്കാമെന്നേ ഇതീ നട്ടപ്പാതിരയ്ക്കും ഇടിച്ചിട്ട് പേടിപ്പിക്കണല്ലോ. നട്ടുച്ചയ്ക്ക് സഹിക്കാമെന്നേ ഇതീ നട്ടപ്പാതിരയ്ക്കും ഇടിച്ചിട്ട് പേടിപ്പിക്കണല്ലോ. വല്യച്ഛൻ ചുമച്ചാൽ മുറുക്കാൻ തുപ്പിൽ ചീളായി പറക്കും. ഇവിടെയാണേൽ ഓരോ ചുമയ്ക്കും വെട്ടങ്ങൾ തന്നെ. വല്യച്ഛൻ ചുമച്ചാൽ മുറുക്കാൻ തുപ്പിൽ ചീളായി പറക്കും. ഇവിടെയാണേൽ ഓരോ ചുമയ്ക്കും വെട്ടങ്ങൾ തന്നെ. ഇടവഴിയിലെ ഇരുട്ടും പൊതുവഴിയിലെ ഭയവും കുടയില്ലാതെ വൃക്ഷവക്ഷസിൽ ചുരുങ്ങി നിന്നിടുന്നല്ലോ. ഒരു ഉറപ്പുമില്ലാത്ത, ഒരു ഉണ്മയുമില്ലാത്ത സീബ്രാ ലൈനുകളിലാണ് നമ്മളിപ്പോഴും സെൽഫികളുടെ തീരാച്ചിരികൾ തുഴഞ്ഞിടുന്നത്. ഇടവഴിയിലെ ഇരുട്ടും പൊതുവഴിയിലെ ഭയവും കുടയില്ലാതെ വൃക്ഷവക്ഷസിൽ ചുരുങ്ങി നിന്നിടുന്നല്ലോ. ഒരു ഉറപ്പുമില്ലാത്ത, ഒരു ഉണ്മയുമില്ലാത്ത സീബ്രാ ലൈനുകളിലാണ് നമ്മളിപ്പോഴും സെൽഫികളുടെ തീരാച്ചിരികൾ തുഴഞ്ഞിടുന്നത്. ഒരിറക്കു മഴയുടെ ഒറ്റ ക്ലിക്കിലൊതുങ്ങാത്ത വീരഗാഥകൾ എഴുതിടുമ്പോൾ അച്ഛാ മഴയുടെ ചുമ കുറഞ്ഞോന്ന് നോക്കണേ. ഒരിറക്കു മഴയുടെ ഒറ്റ ക്ലിക്കിലൊതുങ്ങാത്ത വീരഗാഥകൾ എഴുതിടുമ്പോൾ അച്ഛാ മഴയുടെ ചുമ കുറഞ്ഞോന്ന് നോക്കണേ. മഴ പ്രണയമെന്നും പ്രണയിനിയെന്നും നനുത്ത തൂവൽനാരിഴ നാദമായിടുന്നെന്നും വാചാലമായിടുമ്പോഴും ചുമച്ചു പേടിപ്പിക്കും. മഴ ഒരൊറ്റ സ്പർശനത്താൽ അൺഫ്രണ്ടാക്കിടും. മഴ പ്രണയമെന്നും പ്രണയിനിയെന്നും നനുത്ത തൂവൽനാരിഴ നാദമായിടുന്നെന്നും വാചാലമായിടുമ്പോഴും ചുമച്ചു പേടിപ്പിക്കും. മഴ ഒരൊറ്റ സ്പർശനത്താൽ അൺഫ്രണ്ടാക്കിടും. ചുമയൊരു സ്റ്റാറ്റസ് ആയിടുമ്പോൾ മുഴക്കങ്ങൾ രാജ്യവ്യാപക പ്രതിഷേധങ്ങളായി തുടർന്നിടും. ചുമയൊരു സ്റ്റാറ്റസ് ആയിടുമ്പോൾ മുഴക്കങ്ങൾ രാജ്യവ്യാപക പ്രതിഷേധങ്ങളായി തുടർന്നിടും. തുടർന്ന് മതിലുകൾ. ഒരു യുഗത്തിനപ്പുറമാണ് നമ്മളിരുവരും. ഒരു കറുത്ത ഭീമൻ കുന്നായി മുന്നിൽ നിറഞ്ഞ മതിലുകൾ. ഒരു യുഗത്തിനപ്പുറമാണ് നമ്മളിരുവരും. ഒരു കറുത്ത ഭീമൻ കുന്നായി മുന്നിൽ നിറഞ്ഞ മതിലുകൾ. മൗനമേറാത്ത രൂപങ്ങളായി, ആർദ്രവാക്കുകളുടെ തൃപ്തിയായി നമ്മളിന്നും മതിലിനപ്പുറം ഇപ്പുറമിരുന്ന് ദുഃഖ സന്തോഷവാക്കുകൾ മെനഞ്ഞിടുന്നു. വെറുതെ ചിരിച്ചും അലസത മീട്ടിയും ഭാഗ്യങ്ങളെ തുഴയാൽ ചേർത്തും അർദ്ധവ്യാപ്തികളുടെ കാവ്യാനുഭൂതിയെ പേറിയും അന്ധകാരത്തിലേറാത്ത ഹൃദയനിറവിൽ ഞാൻ പറഞ്ഞിടട്ടെ. വെറുതെ ചിരിച്ചും അലസത മീട്ടിയും ഭാഗ്യങ്ങളെ തുഴയാൽ ചേർത്തും അർദ്ധവ്യാപ്തികളുടെ കാവ്യാനുഭൂതിയെ പേറിയും അന്ധകാരത്തിലേറാത്ത ഹൃദയനിറവിൽ ഞാൻ പറഞ്ഞിടട്ടെ. നാരായണി, ഈ ഓണമിടുപ്പിലെ പിച്ചിപ്പൂവിൻ ഇതളുകളിലുണ്ട് നാം തീർത്ത പ്രണയ അടയാളങ്ങളും പ്രാണപ്രതീക്ഷകളും. നാരായണി, ഈ ഓണമിടുപ്പിലെ പിച്ചിപ്പൂവിതളുകളിലുണ്ട് നാം തീർത്ത പ്രണയ അടയാളങ്ങളും പ്രാണപ്രതീക്ഷകളും. ഇനി അച്ഛൻ്റെ ശബ്ദം. ഇന്നലെ നഷ്ടമായത് നീയും ഞാനും ലോകവുമല്ല, നമ്മളെ തന്നെ ഉൾച്ചേർത്ത ഒരായുസ്സിൻ്റെ ഘനതയൂറും ശബ്ദമായിരുന്നു. ഇന്നലെ നഷ്ടമായത് നീയും ഞാനും ലോകവുമല്ല, നമ്മളെ തന്നെ ഉൾച്ചേർത്ത ഒരായുസ്സിൻ്റെ ഘനതയൂറും ശബ്ദമായിരുന്നു. പഴക്കൂട നിറച്ചെത്തുന്ന മധുരങ്ങളും പഴമയോതുന്ന സാന്നിധ്യരസങ്ങളും കുത്തിയൊഴുകുന്ന മനുഷ്യനദിയുമായിരുന്നു. നീന്തിത്തുടിച്ച നിശബ്ദതയെ ഒഴുക്കുകൊണ്ടകറ്റിയ ശബ്ദവും. പഴക്കൂട നിറച്ചെത്തുന്ന മധുരങ്ങളും പഴമയോതുന്ന സാന്നിധ്യരസങ്ങളും കുത്തിയൊഴുകുന്ന മനുഷ്യനദിയുമായിരുന്നു. നീന്തിത്തുടിച്ച നിശബ്ദതയെ ഒഴുക്കുകൊണ്ടകറ്റിയ ശബ്ദവും. നോട്ടമൂന്നി ഭയഭക്തിയാൽ എന്നെ നിർത്തിച്ച കാലപ്രവാഹമായി നിറഞ്ഞ അറിവായും നഷ്ടമാകാത്ത ഓർമ്മ വസന്തത്തിൻ പിറവിയാൽ എന്നെ കുളിരേറ്റിയതും ഈ ശബ്ദമായിരുന്നു. നോട്ടമൂന്നി ഭയഭക്തിയാൽ എന്നെ നിർത്തിച്ച കാലപ്രവാഹമായി നിറഞ്ഞ അറിവായും നഷ്ടമാകാത്ത ഓർമ്മ വസന്തത്തിൻ പിറവിയാൽ എന്നെ കുളിരേറ്റിയതും ഈ ശബ്ദമായിരുന്നു. ഇന്നീ ഓരോ നിശബ്ദതയിലും മുളച്ചിടുന്നത് അങ്ങയുടെ ശബ്ദശകലങ്ങളാണ്.
ഇന്നീ ഓരോ നിശബ്ദതയിലും മുളച്ചിടുന്നത് അങ്ങയുടെ ശബ്ദശകലങ്ങളാണ്. ഇന്നീ ശബ്ദശകലങ്ങളിലും തെളിഞ്ഞിടുന്നത് അങ്ങയുടെ സാന്നിധ്യ നിറച്ചാർത്തുകളാണ്. ഇന്നീ ശബ്ദശകലങ്ങളിലും തെളിഞ്ഞിടുന്നത് അങ്ങയുടെ സാന്നിധ്യ നിറച്ചാർത്തുകളാണ്. ഇന്നലെ നഷ്ടമായത് നീയും ഞാനും ലോകവുമല്ല, നമ്മളെ തന്നെ ഉൾച്ചേർത്ത ഒരായുസ്സിൻ്റെ ഘനതയൂറും ശബ്ദമായിരുന്നു. അടുത്ത കവിത കള്ളി. എഴുതാനൊരു പേപ്പർ പോലുമില്ലാതെ ഞാൻ അവസാനത്തെ കടൽത്തീരമാഞ്ഞ മണലിൽ എഴുതി വച്ചു, നീയല്ല അവളാണ്. എഴുതാനൊരു പേപ്പർ പോലുമില്ലാതെ ഞാൻ അവസാനത്തെ കടൽത്തീരമാഞ്ഞ മണലിൽ എഴുതി വച്ചു, നീയല്ല അവളാണ്. നിന്റെ കടൽക്കണ്ണിലെ ഉപ്പിളക്കങ്ങളിൽ ഗവനിക്കാത്തൊരു കാവ്യതിരയെ ഞാൻ കാണുന്നു. മണലൊരുക്ക കുഞ്ഞുപാതി അക്ഷരങ്ങളാൽ മാഞ്ഞു മാഞ്ഞു പോകുന്ന ചിത്രങ്ങൾ പോലെ. നിന്റെ കടൽക്കണ്ണിലെ ഉപ്പിളക്കങ്ങളിൽ ഗവനിക്കാത്തൊരു കാവ്യതിരയെ ഞാൻ കാണുന്നു. മണലൊരുക്ക കുഞ്ഞുപാതി അക്ഷരങ്ങളാൽ മാഞ്ഞു മാഞ്ഞു പോകുന്ന ചിത്രങ്ങൾ പോലെ. പളുങ്കുപാത്രത്തിലെ കാറ്റീണങ്ങളായി തിരകൾക്കിടയിലൊരു ഉറവ എന്നെ നോക്കുന്നു. പതിയെ പാടുന്ന ഭൂമിഗീതം പോലെ ഒരു കടൽ പക്ഷി ഉറക്കെ കരഞ്ഞു. പളുങ്കുപാത്രത്തിലെ കാറ്റീണങ്ങളായി തിരകൾക്കിടയിലൊരു ഉറവ എന്നെ നോക്കുന്നു. പതിയെ പാടുന്ന ഭൂമിഗീതം പോലെ ഒരു കടൽ പക്ഷി ഉറക്കെ കരഞ്ഞു. കടലും തിരയും ഞാനും നീയും, നമുക്കിടയിലെ ഉപ്പുമെത്തയും, ചിറകില്ലാത്ത കാഴ്ചത്തീരത്ത് നിന്നെ ഞാൻ അറിയുന്നു. കടലും തിരയും ഞാനും നീയും, നമുക്കിടയിലെ ഉപ്പുമെത്തയും, ചിറകില്ലാത്ത കാഴ്ചത്തീരത്ത് നിന്നെ ഞാൻ അറിയുന്നു. അവസാനത്തെ കടലിലെ അവസാന തിരയത് കൃത്യമായി വായിച്ചിരുന്നു, കള്ളി നീയാണ്. അവസാനത്തെ കടലിലെ അവസാന തിരയത് കൃത്യമായി വായിച്ചിരുന്നു, കള്ളി നീയാണ്. ഇനി മൺമറഞ്ഞവൾക്ക്. കരളിൽ പതിഞ്ഞ നിറച്ചാർത്തായി പ്രണയമേ വിദൂരമല്ല നിന്നോർമ്മകൾ. മാഞ്ഞിടാത്ത പോയ കാലങ്ങൾ, ഒരുമിച്ചു നടന്നു തീർത്ത പ്രണയപാതകൾ. ഓർമ്മകൾ കാത്തുനിൽക്കുന്ന വഴിയോരങ്ങൾ, കൂട്ടം തെറ്റാത്ത കാത്തിരിപ്പുകൾ, കോർത്തു കെട്ടുന്ന മുല്ലമൊട്ടുകളായി നവ്യഗീത സുഗന്ധമായോരടുപ്പങ്ങൾ. കരളിൽ പതിഞ്ഞ നിറച്ചാർത്തായി പ്രണയമേ വിദൂരമല്ല നിന്നോർമ്മകൾ. മാഞ്ഞിടാത്ത പോയ കാലങ്ങൾ, ഒരുമിച്ചു നടന്നു തീർത്ത പ്രണയപാതകൾ. ഓർമ്മകൾ കാത്തുനിൽക്കുന്ന വഴിയോരങ്ങൾ, കൂട്ടം തെറ്റാത്ത കാത്തിരിപ്പുകൾ, കോർത്തു കെട്ടുന്ന മുല്ലമൊട്ടുകളായി നവ്യഗീത സുഗന്ധമായോരടുപ്പങ്ങൾ. കാണുവാനാകാതെ എങ്ങനെ ഇനി നിൻമുഖം, രാത്രി പോയി മറഞ്ഞിടുമ്പോലിന്ന് കാലവും ചൊല്ലിടാത്ത കനലുകോരുന്ന കറുത്തുപോയോരക്ഷരമായി നിൻ ജീവിതം. കാണുവാനാകാതെ എങ്ങനെ നിൻമുഖം, രാത്രി പോയി മറഞ്ഞിടുമ്പോലിന്ന് കാലവും ചൊല്ലിടാത്ത കനലുകോരുന്ന കറുത്തുപോയോരക്ഷരമായി നിൻ ജീവിതം. മണ്ണാഴത്തിലേക്ക് മറഞ്ഞ തിടുക്കം ജീവശ്വാസമായി എന്നിൽ നിറഞ്ഞിരുന്നെങ്കിൽ, പ്രാണനെ ശമനമില്ലാത്ത ദുഃഖക്കയത്തിൽ ഞാൻ വിലാപകാവ്യം കൊണ്ട് ശിഥിലമാകുന്നു സ്വപ്നങ്ങൾ. മണ്ണാഴത്തിലേക്ക് മറഞ്ഞ തിടുക്കം ജീവശ്വാസമായി എന്നിൽ നിറഞ്ഞിരുന്നെങ്കിൽ, പ്രാണനെ ശമനമില്ലാത്ത ദുഃഖക്കയത്തിൽ ഞാൻ വിലാപകാവ്യം കൊണ്ട് ശിഥിലമാകുന്നു സ്വപ്നങ്ങൾ. ഒരു തരി വെട്ടം കടന്നതുപോലെ കർണമാധുര്യം പകർന്ന നിൻ സ്വരമെവിടെ? അതിമധുരമായി ഇണമിട്ട കവിതയായി മണ്ണിൽ പ്രതീക്ഷയായി ഇനി എന്നെങ്കിലും മുളച്ചിടുമോ? ഒരു തരി വെട്ടം കടന്നതുപോലെ കർണമാധുര്യം പകർന്ന നിൻ സ്വരമെവിടെ? അതിമധുരമായി ഇണമിട്ട കവിതയായി മണ്ണിൽ പ്രതീക്ഷയായി ഇനി എന്നെങ്കിലും മുളച്ചിടുമോ? അവസാനമായി യാതന. ചുമ്മാതുറങ്ങിത്തീർക്കുകയാണ് ഒരു കിനാവു പോലുമില്ലാതെ. ചുമ്മാതലസി നടക്കുകയാണ് ഒരു കവിത പോലുമില്ലാതെ. ചുമ്മാതുറങ്ങിത്തീർക്കുകയാണ് ഒരു കിനാവു പോലുമില്ലാതെ. ചുമ്മാതലസി നടക്കുകയാണ് ഒരു കവിത പോലുമില്ലാതെ. വെറുതെയൊരു പേരിന് ചുറ്റും ചിന്തകൾ കറങ്ങുകയാണ്. വെറുതെയായിപ്പോയ പ്രണയത്തിൻ്റെ പേരതല്ലെന്ന് പറഞ്ഞിട്ടും അനുസരണയില്ലാതെ. വെറുതെയൊരു പേരിന് ചുറ്റും ചിന്തകൾ കറങ്ങുകയാണ്. വെറുതെയായിപ്പോയ പ്രണയത്തിൻ്റെ പേരതല്ലെന്ന് പറഞ്ഞിട്ടും അനുസരണയില്ലാതെ. നരവീണ നിതാന്ത നിമിഷങ്ങളിൽ ആത്മവേദനയുടെ ശരീരവും രക്തവും പങ്കിട്ടിരിക്കാം. യാതനയുടെ രക്തം വാർന്നിരിക്കുന്നല്ലോ. നരവീണ നിതാന്ത നിമിഷങ്ങളിൽ ആത്മവേദനയുടെ ശരീരവും രക്തവും പങ്കിട്ടിരിക്കാം. യാതനയുടെ രക്തം വാർന്നിരിക്കുന്നല്ലോ. ചുമ്മാതുറങ്ങി തീർക്കുകയാണ് ഒരു കിനാവു പോലുമില്ലാതെ. ചുമ്മാതലസി നടക്കുകയാണ് ഒരു കവിത പോലുമില്ലാതെ. ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി ഷീല ലാൽ അവതരിപ്പിച്ച കഥ കേൾക്കാം. കഥയുടെ പേര് സ്വപ്നബാക്കി. ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞുകിടന്നിട്ടും മുഖത്തേക്ക് തെറിച്ച രക്തത്തുള്ളികളും അറ്റുപോയൊരു കുരുന്നു കൈയും ഇപ്പോഴും സ്വപ്നത്തിൻ്റെ ബാക്കിപത്രമെന്നോണം തൻ്റെ കട്ടിലിൽ വീണു കിടക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഒരു കൊതുക് പോലും ശല്യം ചെയ്യാത്ത സുഖനിദ്രയിലെ പാഴ്സ്വപ്നമായി വേണമെങ്കിൽ തള്ളിക്കളയാവുന്നതേയുള്ളൂ.
സ്വപ്നം ചെന്നിണത്താൽ നനയിച്ച മുഖത്ത് വീണ്ടും തടവി നോക്കി. പരിസരബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടും കണ്ണു തുറക്കാൻ തോന്നുന്നില്ല. ഉണ്ട്, മുഖത്തിപ്പോഴും ആ നനവുണ്ട്. തൊടുമ്പോൾ വിരലുകൾ ഏതോ ദ്രാവകത്തിലാണ് ഇഴയുന്നത്. അതിന് ചുവപ്പ് നിറമാണോ എന്നൊരു സംശയം മാത്രമാണ് ഇനി ബാക്കി. കണ്ണു തുറന്ന് അടുത്തു കിടക്കുന്ന ഭാര്യയെ ഒന്ന് നോക്കണമെന്നും തൻ്റെ മുഖത്തെ രക്തം താൻ കാണും മുമ്പേ ഒന്ന് തുടച്ചു കളയൂ എന്ന് അലറിപ്പറയണമെന്നുമുണ്ടായിരുന്നു. അയാൾ വിറയ്ക്കുന്ന വലതുകരം കൊണ്ട് കട്ടിലിൻ്റെ ഇടതുഭാഗത്ത് എന്തനെ പോലെ തപ്പിത്തടഞ്ഞു. അവിടം ശൂന്യമാണ്. അവൾ എഴുന്നേറ്റ് പോയി എന്നതിനർത്ഥം 5 മണി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. പുലർക്കാല സ്വപ്നത്തിൻ്റെ ഉളുമ്പ് മണം അപ്പോഴും മൂക്കിൽ തുളയ്ക്കുന്നുണ്ട്. നനഞ്ഞ കവിളിൽ പേടിയോടെ വീണ്ടും തൊട്ടു. താടി രോമങ്ങൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങിയ തണുപ്പ് തൊട്ടെടുത്ത് പാതി തുറന്ന കണ്ണുകളിലെ മാറാത്ത ഭീതിയോടെ അതിലേക്ക് നോക്കി. അത് കണ്ണുനീരായിരുന്നു. സമാധാനം നൽകിയ ആശ്വാസത്തിൽ ശരീരം തെല്ലയഞ്ഞു കിടന്നു. അല്ല, അതും സമാധാനമാകുന്നതെങ്ങനെ? രക്തവും കണ്ണുനീരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്ന് ശരീരത്തിൻ്റെയും മറ്റൊന്ന് മനസ്സിൻ്റെയും മുറിവുകളിൽ നിന്നും ഒഴുകുന്ന ജീവിത പരാജയം. ഒന്നും വെറും സ്വപ്നമല്ല, ചിതറിത്തെറിച്ചും കത്തിക്കരിഞ്ഞും പോകുന്ന ജീവിതത്തിൻ്റെ ക്രൂര സ്ഫോടനങ്ങൾ. കുരുന്നുകളുടെ അറ്റുപോകുന്ന അവയവങ്ങൾ, അവരുടെ നിലവിളികൾ, അത് കണ്ടിട്ടും മരിക്കാതിരിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ പൊട്ടിത്തെറിക്കുന്ന ഹൃദയം. എന്തിനാണ്, എങ്ങനെയാണ് ഞാനിങ്ങനെ ആർക്കും തകർക്കാനാവില്ല എന്ന് അഹങ്കരിക്കുന്ന 2 നില വീടിൻ്റെ പഞ്ഞിമത്തയിൽ സുഖമായി ഉറങ്ങുന്നത്? അറ്റുപോയ കരം, അതിലെ വിറയ്ക്കുന്ന വിരലുകൾ, വേർപെട്ടിട്ടും അല്പനേരത്തേക്കെങ്കിലും പിടഞ്ഞ് ജീവൻ തേടുന്ന ശിരസ്. അത് തൻ്റെ കട്ടിലിൽ തന്നെയല്ലേ ഉള്ളത്? അയാൾ കിതച്ചുകൊണ്ട് പരതി വിറച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ബെഡ് കോഫിയുമായി ഭാര്യ പടികയറി വരുന്നതിൻ്റെ കാലടി ശബ്ദം കേൾക്കാം. ബന്ധിതരുടെ അടുത്തേക്ക് നടന്നെടുക്കുന്ന ബൂട്ട്സിൻ്റെ ശബ്ദം പോലെ അതും തൻ്റെ ഹൃദയതാളം കൂട്ടുന്നു. കണ്ണുകൾ തുറന്ന് അവളെപ്പോലും നേരിടാനാവുന്നില്ല. നിങ്ങൾക്കിതെന്തു പറ്റി? പതിവ് തെറ്റിച്ച് കാപ്പി മേശപ്പുറത്ത് വെച്ച് അവൾ വന്ന് ചേർന്നു നിന്നു. തുറന്നെങ്കിലും നിശ്ചലമായ ദൃഷ്ടി മറ്റേതോ ലോകത്താണെന്ന് അവൾക്കും തോന്നി. അയാളുടെ ഇരുതോളിലും കൈകൾ വെച്ച് കുലുക്കി ഉണർത്തി. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞെന്ന പോലെ അയാൾ അവളിലേക്ക് ചാഞ്ഞ് വയറിൽ മുഖം ചേർത്ത് കെട്ടിപ്പിടിച്ചു. നമ്മുടെ മോനെവിടെ? അവൻ മുറിയിലുണ്ട്, എഴുന്നേറ്റിട്ടില്ല. എന്താ കാര്യം? അവനെ ഇനി മുതൽ മാറ്റിക്കിടത്തണ്ട. 8 വയസ്സൊരു വലിയ പ്രായമല്ല. ഒന്നിനെയും പ്രതിരോധിക്കാൻ കഴിയില്ല. അവൻ നമുക്കിടയിൽ കിടന്നാൽ മതി. പിന്നെ അവനെ സ്കൂളിൽ വിടണ്ട. നിങ്ങൾക്കിതെന്തു പറ്റി? വല്ല സ്വപ്നവും കണ്ടോ? കണ്ണ് നിറഞ്ഞ് തുളുമ്പുന്നുണ്ടല്ലോ. ഉണ്ടോ? അതിനെന്താണ് നിറം? ഓരോ മിഴികളിൽ നിന്നും ഒഴുകുന്നത് ഇപ്പോൾ രക്തമല്ലേ? അതാണ് പറഞ്ഞത്, മോനെ ഇനി സ്കൂളിൽ വിടണ്ട എന്ന്. അവിടെ ബോംബ് വീണാൽ, മിസൈലുകൾ പതിച്ചാൽ അവന് രക്ഷപ്പെടാനാവില്ല. മനസ്സിലായി, എല്ലാം മനസ്സിലായി. പാതിരാ കഴിയുവോളവും വാർത്താ ചാനലിൽ തന്നെ ഇരുന്ന്, അതും യുദ്ധവാർത്തകൾ തന്നെ തിരഞ്ഞു പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതല്ല, ഇതിലും വലിയ സ്വപ്നം ഞാൻ പ്രതീക്ഷിച്ചതാണ്. നാം കൂടാത്ത കാര്യത്തിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും തിരികൊളുത്തി വിട്ട ഒരു ബോംബായി മാറിയിരിക്കുന്നു. സ്ഥലകാലബോധം വീണ്ടെടുത്തേ ഓഫീസിൽ പോകാൻ നോക്കൂ. തന്നിൽ നിന്നും അയഞ്ഞു തുടങ്ങിയ അയാളുടെ കൈകളെ വിടർത്തി മാറ്റി ഇറങ്ങിപ്പോകുമ്പോൾ അവൾ പാതിചാരിയ മോൻ്റെ മുറിയിലേക്ക് എത്തി നോക്കി. വാർത്തകൾ അറിയാനും അതിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കാനുമുള്ള പ്രായമാകാത്തതിനാൽ അവൻ സുഖമായി ഉറങ്ങുകയാണ്. അവനെയും വിളിച്ചുണർത്തി. എഴുന്നേൽക്ക്, പല്ല് തേക്ക്, കുളിക്ക് തുടങ്ങി പതിവ് പല്ലവികൾ തെറ്റിക്കാതെ ഉരുവിട്ട് അവൾ ഇറങ്ങിപ്പോയി. ഇതൊരു സ്വപ്നം മാത്രമല്ലെന്ന് അവൾക്കും അറിയാം. ടിവിയും ഫോണുമൊക്കെ തുറക്കാൻ അവൾക്കും പേടി തന്നെയാണ്. പത്രമെടുക്കുമ്പോൾ കൈവിറയ്ക്കും. എങ്കിലും മുറ്റത്ത് ചാറ്റൽ മഴ നനഞ്ഞ് കിടക്കുന്ന പത്രമെടുത്ത് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ മുൻപേജെങ്കിലും നോക്കാതിരിക്കാനായില്ല. ഇസ്രായേലിൽ മരണം 1200 കവിഞ്ഞു. ഗാസയിൽ 900. ഹമാസിൻ്റെ ബന്ദികൾ 750. പത്രത്തിൻ്റെ പകുതിയിലേറെ പേജ് തകർന്നടിഞ്ഞ രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അടുക്കിയടുക്കി കിടത്തിയിരിക്കുന്ന മൃതശരീരങ്ങൾ, തീപ്പെട്ടിക്കൂട് പോലെ മറിഞ്ഞു കിടക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ. ഇടയിലൂടെ ജീവനുള്ളവർ എന്തിനോ തിരഞ്ഞു നടക്കുന്നു. അവരുടെ മനസ്സിലിപ്പോൾ ഉറ്റവരുടെ നഷ്ടത്തിൻ്റെ തേങ്ങലോ, അതോ സ്വന്തം ശിരസിലിപ്പോൾ മരണം പതിക്കുമോ എന്ന ഭയമോ? ഇരുഭാഗത്തും കൊല്ലപ്പെട്ടവരത്രയും നിരപരാധികൾ. കൊല്ലുന്നവർക്ക് മരണമില്ലെന്ന് ധരിക്കുന്നവർ. ഓരോ രാജ്യവും തങ്ങളുടെ വലിപ്പവും ശക്തിയും അളക്കുന്നത്
ആയുധ കൂമ്പാരത്തിൻ്റെ ചുറ്റളവും ഉയരവും നോക്കിയാണ് നഷ്ടപ്പെട്ടവൻ തോൽക്കുകയും നഷ്ടപ്പെടുത്തിയവൻ ജയിക്കുകയും ചെയ്യുന്നു. ചോരപ്പുഴയുടെ ഫ്ലാഷ് ബാക്കാണ് ആയുധ നിർമ്മാണം. ഓരോ മുട്ടുസൂചിയും തുളഞ്ഞു കയറുവാൻ വേണ്ടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. കറിക്കരിയുമ്പോൾ കത്തിമുനയാൽ കോറിപ്പോകുന്ന ഒരു ചെറിയ മുറിവ് പോലും താങ്ങാനാവില്ല. കാലിൻ്റെ പെരുവിരൽ മുതൽ ഉച്ചിവരെ ഒരു മരവിപ്പ് കയറും. അപ്പോൾ മരണകാരണമായ മുറിവുകൾ ഏൽപ്പിക്കുന്ന വേദന എത്രത്തോളമെന്ന് ഊഹിക്കാൻ പോലും അശക്തയാണ് താൻ. പലായനം ചെയ്യുന്നവരുടെ ഹൃദയഭാഷ പഠിക്കാത്ത ഏതു ഭരണാധികാരിയും നാടിന് ആപത്താണ്. അവർ ഏതൊക്കെ സർവകലാശാലകൾ കീഴടക്കിയാലും നിരക്ഷരരാണ്. ചോരയ്ക്കും നിലവിളിക്കും ഒരേ മതമെന്ന് യുദ്ധമുഖത്തു നിന്ന് പോലും പഠിക്കാത്തവർ ദൈവത്തെ തരംതിരിക്കുന്നത് ഏത് മാനദണ്ഡം വച്ചായിരിക്കും? ആയുധശേഖരവും കടന്നാക്രമണവും ഇല്ലാത്ത ഒരു രാജ്യം സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. ശാസ്ത്രം മനുഷ്യനാശത്തിനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. ഓ, താനും ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾക്ക് പിൻപേ പായുന്നു. അത് മനസ്സിലായപ്പോൾ ഞെട്ടലോടെ അവൾ പത്രം ടീപ്പോയിലേക്കിട്ട് അടുക്കളയിലേക്ക് പോയി. അവിടെ നിന്നും മുകളിലത്തെ നിലയിലേക്ക് തൻ്റെ ശബ്ദത്തെ ഉച്ചസ്ഥായിയിൽ പറഞ്ഞുവിട്ടു. സമയം പോകുന്നു, മോനെയും കൂട്ടി ഇറങ്ങി വരൂ. അതിനിടയിലും പതിവ് ചേരുവകൾ ഉണ്ടായിരുന്നു. ഫോണിൽ അപ്പോൾ വന്ന ക്ലിം ശബ്ദത്തെ തുറന്നു നോക്കി. ബാങ്ക് മെസ്സേജാണ്. 2 പേർക്കും ജോലി ഉണ്ടായിട്ടും ഒരേ ഒരു മകനേ ഉള്ളൂ. എന്നിട്ടും ഇതുവരെ ഹൗസിംഗ് ലോൺ കുടിശ്ശികയില്ലാതെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. മോൻ സ്കൂൾ യൂണിഫോമിൽ ഓടി ഇറങ്ങി വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അരികിലിരുന്നു. തൊട്ടു പിന്നാലെ അവൻ്റെ ബാഗും സ്വപ്നം വിട്ടുമാറാത്ത മുഖവുമായി അയാളും. ഇന്നലെ മുതൽ ഇതുവരെ ചിന്തിച്ചുറച്ച തീരുമാനത്തിൽ അയാൾ കുറച്ചൊക്കെ തൃപ്തനാണെന്ന് ആ മുഖം വ്യക്തമാക്കുന്നുണ്ട്. കുടിവെള്ളവും ആഹാരവും മരുന്നുമില്ലാതെ ശുദ്ധവായു പോലും കിട്ടാനില്ലാതെ പിടയുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്കായി നമ്മുടെ രാജ്യം നൽകുന്ന ടൺ കണക്കിന് വസ്തുക്കൾക്കിടയിൽ ഏതെങ്കിലുമൊക്കെ തൻ്റേതായി ഉണ്ടായിരിക്കണം. 2 മാസത്തെ ശമ്പളം അതിനായി നീക്കിവെക്കാൻ തീരുമാനിച്ചു. തൽക്കാലം ഭാര്യ പോലും അതറിയാൻ പാടില്ല എന്ന തീരുമാനവും അയാളുടേത് മാത്രമാണ്. എന്നിട്ടും അതിൽ വല്ലാത്തൊരു കുറ്റബോധം അലട്ടാതിരുന്നില്ല. കാരണം ഇന്നോളം പരസ്പരം മറച്ചുവെക്കലുകൾ തങ്ങൾക്ക് അന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പാഠം പഠിക്കാത്ത ഒരു കുട്ടിയുടെ പരുങ്ങൽ അയാളിലുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു കേട്ടോ പറഞ്ഞുകൊണ്ട് മുഖത്ത് പോലും നോക്കാതെ മേശപ്പുറത്ത് ആഹാരം നിരത്തിവെച്ച് അവൾ വീണ്ടും അടുക്കളയിലേക്ക് പോയി. തന്നെ പോലെ പുറത്ത് ജോലിക്ക് പോകുന്നവൾ. എന്നിട്ടും അടുക്കള ഒരിക്കലും അവൾക്കൊരു പരാതിയോ പരിഭവമോ ആയിട്ടില്ല. മുഖം വീർപ്പിച്ച് നടന്നിട്ടില്ല. മേശപ്പുറം വിഭവസമൃദ്ധം. ജീവൻ നിലനിർത്താനായി ഒരു തുള്ളി വെള്ളത്തിനും ആഹാരത്തിനും കൊതിക്കുന്നവർ. ഒരു കവിൾ ചായ പോലും കുടിക്കാതെ അയാൾ എഴുന്നേറ്റു. എനിക്ക് നേരത്തെ പോണം. എന്താ കഴിക്കുന്നില്ലേ? സ്വപ്നം പിടിവിട്ടില്ലേ? മോനെ കൊണ്ടുപോകുന്നില്ലേ? ഒരു കൂട്ടം ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചുകൊണ്ട് അവൾ ഓടി നടക്കുന്നു. ഇല്ല മോനെ, നീ പോകും വഴി വിട്ടാൽ മതി. ഞാനിന്ന് കാറെടുക്കുന്നില്ല, നടക്കുകയാണ്. ഓഫീസിലേക്കല്ല, എവിടേക്കെന്നിപ്പോൾ പറയാനാവില്ല. ഒരു സ്വപ്നസഞ്ചാരത്തിൻ്റെ പശ്ചാത്തല ഛായയിൽ അയാൾ ഇറങ്ങി നടക്കുമ്പോൾ അവൾ ചോദിച്ച എന്തോ ഒന്ന് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കാർ പോർച്ചിൻ്റെ സൈഡിൽ നിന്നും തലേ ദിവസം തയ്യാറാക്കി വെച്ച ഒരു പ്ലക്കാർഡ് എടുത്തു പിടിച്ച് അയാൾ പുറത്തേക്കിറങ്ങി. അതിലിങ്ങനെ എഴുതിയിരുന്നു: എനിക്ക് ചെയ്യാൻ ഇത്രമാത്രം. ഒരു യുദ്ധവും വിജയമല്ല, വിനാശമാണ്. സ്നേഹബോംബുകൾ യുദ്ധത്തിന് മേൽ പതിക്കട്ടെ. വിജയം രചിക്കാൻ മിസൈൽ മുനകൾക്കാവില്ല. പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് അയാൾ നിരത്തിലേക്കിറങ്ങുമ്പോൾ അന്തം വിട്ട് മൗനിയായി പോയ അവളുടെ ബോധം മന്ത്രിച്ചു. ഓ, അപ്പോൾ ഇതൊരു സ്വപ്നത്തിൻ്റെ ബാക്കിപത്രമായിരുന്നില്ല. ഇത്തരം കമ്പിൽ പൊക്കിയ എത്രയോ സമരവാക്യങ്ങൾ ചിതലരിച്ച് പൊടിഞ്ഞു ചേർന്നതാണ് ഈ മണ്ണ്. ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഇതൊക്കെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യും. അയാൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവൾ ഐക്യദാർഢ്യ നോട്ടവുമായി തറഞ്ഞു നിന്നു. സ്വപ്നഭാക്കി ഷീലാലാൽ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഷീലാലാൽ അവതരിപ്പിച്ച കഥ, ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.